6 മാസം മുമ്പേ നമ്മൾ കാശിക്ക് വേണ്ടിയിട്ട് ഒരു RC കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അന്ന് അവന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത RC കാർ. ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ. ഏകദേശം 1 മന്തോളം നമ്മളിത് ഭയങ്കര റഫ് യൂസ് ചെയ്തു. റഫ് യൂസ് എന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട്. ചളിയിലും മുറ്റത്തെ ഇൻ്റർലോക്കിലും മണ്ണ് കൂടി ഒക്കെ ഓടിച്ചിട്ട് മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ടയറൊക്കെ കണ്ടറിയാം. ടയറൊക്കെ മണ്ണ് കൂടി ഓടിയതിൻ്റെ ഒരു ഇത്. ഇപ്പം ഇതിന് ചെറിയൊരു പണി കിട്ടി. ഇതിന് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ചെറിയ തോതിലൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്ത സമയത്ത് അത് റഫ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഡാമേജ് വരില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മളിത് ചാർജിലിടുന്നത് കുറച്ച് അധിക സമയം ചാർജിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും കുത്തിയിട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളോട് മറന്നു പോകും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം കുത്തിയിടേണ്ട ഈ ഒരു വണ്ടി 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് ചാർജിൽ കിടന്നിട്ടുള്ളത്. ഓട്ടോ കട്ട് ഓഫ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തോ ബാറ്ററിക്ക് പണി കിട്ടി. ശരിക്കും ആ ഒരു റെഡ് ലൈറ്റിൻ്റെ ഞാൻ കാണിച്ചു തരാം, ആ വീഡിയോ കാട്ടിത്തരാം. ഇതിൻ്റെ ഈ ചാർജിങ്ങിലാണ് നമുക്ക് പണി കിട്ടിയിട്ടില്ല. ചാർജിങ് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ വണ്ടി ചാർജിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചാർജ് ആകുമ്പോൾ റെഡ് ലൈറ്റ് കത്തും. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഈ റെഡ് ലൈറ്റ് ഓഫ് ആയ പാട് നമ്മൾ ഈ ചാർജർ ഡിസ്കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം കുറച്ചായിട്ട് നമ്മൾ ആ ഒരു ചാർജിങ് ഇട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കുത്തിയിട്ടാൽ പലപ്പോഴും മറന്നു പോകും, അല്ലെങ്കിൽ ഓഫാക്കാൻ മറന്നു. അങ്ങനെ കുറേ മണിക്കൂറുകൾ ഇത് ചാർജിൽ കിടന്നിട്ടുണ്ട്. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് ഉണ്ടാവാം. ഇപ്പോൾ ഇതിൻ്റെ ആ റെഡ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ചാർജിൽ തന്നെയാണ് സ്വിച്ച് ഓൺ ആണ്, പക്ഷേ റെഡ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ചാർജ് ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് എടുത്തു പോകാം. വണ്ടി ഓഫാണ്. നമ്മളിത് ചാർജറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ട് എടുത്തിട്ട് വരാം. വണ്ടി കാണാൻ അടിപൊളിയാട്ടോ. പക്കാ ഡിഫൻഡറിൻ്റെ എല്ലാ സൈഡും എല്ലാ ആംഗിളും എല്ലാ സംഗതിയും ഒരേപോലെ അടിച്ചു മാറ്റി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിമോട്ട് വരുന്നത്. റിമോട്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാലാണ് റിമോട്ട് ഓൺ ആവുക. ഓക്കെ, ഇപ്പോൾ റിമോട്ട് ഓണായി. പിന്നെ വണ്ടിയുടെ താഴത്ത് വെക്കാം. ഈ താഴത്ത് തള്ളിയിട്ട് പൊട്ടിക്കേണ്ട. ഇപ്പം പെർഫോമൻസ് അടിപൊളിയാണ്. കുത്തിയിട്ട് ചാർജറിൽ നിന്ന് ഊരിയിട്ട് ഒരു 3 മിനിറ്റ് കഴിയണം. ഒരു 3 മിനിറ്റ് നമുക്ക് 3-4 മിനിറ്റ് ഇത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലെ വ്യത്യാസം മനസ്സിലാവുക. ഓക്കെ, ആശാൻ ഒരു 4 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് റെഡിയാണ്. ഒരു ടയറിൻ്റെ ഇത് കുറച്ചുകൂടി സ്മൂത്ത് ആയിരുന്നു കേട്ടോ. വാങ്ങിയ സമയത്ത് കുറച്ചുകൂടി സ്മൂത്ത് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒന്ന് ഡാമേജ് ആയിട്ടുണ്ട്. ആ ഡാമേജ് അല്ല, അത് പെർഫെക്റ്റ് അല്ല. എനിക്കൊന്ന് കല്ലുകൂടിയൊക്കെ ഓടിച്ചിട്ട് സാധനം വരും. അപ്പോൾ ഇനി നമ്മൾ റിമോട്ട് വെച്ചിട്ട് ആശാനെ ഒന്ന് ഓടിക്കാൻ ട്രൈ ചെയ്യാം. കണ്ടോ, റെസ്പോൺസ് ഇല്ല. വണ്ടി ഫോക്കസ് ചെയ്യാം. വണ്ടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കോട്ടും എടുത്തു. യാതൊരു റെസ്പോൺസും ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ബാറ്ററിയിൽ ചാർജ് നിൽക്കായിട്ടാണ്. നമ്മൾ ഒരുപാട് സമയം കുത്തിയിട്ടുകൊണ്ട് ബാറ്ററിയിൽ ചാർജ് നിൽക്കായിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളിട്ട പോസ്റ്റ് കണ്ടിട്ട് ലിങ്ക് അയച്ച് തന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ ചാർജിങ്ങിലൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇതിൻ്റെ ചാർജിങ്ങിലൂടെ ശ്രദ്ധിക്കുക. കാരണം 1500 രൂപയുടെ താഴെ കിട്ടുന്ന RC കാറുകളുടെയൊക്കെ ബാറ്ററി ലൈഫ് നമുക്കറിയാം. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് വൃത്തിക്ക് ചാർജൊക്കെ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. എന്തായാലും ഇത് നമ്മൾ ആ ഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കാം. എന്തായാലും വാങ്ങിയവരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക.